Uh-oh. Oh my gosh! 3, 2, 1. Guys, welcome back to my YouTube channel. Guys, നമ്മളിപ്പോ ഉള്ളത് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ എൻജോയ് ചെയ്യാം അല്ലേ? ഓക്കെ, കാണാം. ടൈം ഒട്ടും കളയാണ്ട് വേഗം പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. റൈസൂന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റെഡ് ലൈനിൻ്റെ താഴെ ഹൈറ്റ് ഉള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. നമ്മൾ ഇന്ന് ഗെയിമിൽ വന്നേക്കുവാണ്. ഗൈസ്, ഞങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ വന്നത് കിഡ്സിന് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവരൊക്കെ സ്വിമ്മിംഗ് പൂളിൽ കയറാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മള് അതിനാണ് മെയിൻ ആയിട്ടും ചുറ്റിലപ്പള്ളി സ്ക്വയറിൽ വന്നത്. ഭാഗ്യത്തിന് ഇന്ന് മഴയൊന്നും ഇല്ല. രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നു, ബട്ട് ഉച്ച കഴിഞ്ഞപ്പോ കാലാവസ്ഥയൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയായി. അപ്പൊ അവരവരുടെ കളി തുടങ്ങി കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് മീൻകൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഫീഡ് ചെയ്യാൻ പോവാണേ. നല്ല രസമുണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ നമുക്ക് വേറെ കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. കണ്ടാലോ? ഇതാണ് കേട്ടോ, വെള്ളം കുടിച്ചോണ്ടിരിക്കുവാണ് അവര്. ഹലോ 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 ഹലോ. അവരടുത്ത് വരുന്നുണ്ട്. എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. ഒന്ന് സൗണ്ട് കേൾപ്പിച്ചേ. ഇവിടെ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ചെറിയ സ്പോട്ട് ഉണ്ട്. ചെറിയൊരു വാട്ടർഫോൾ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് കണ്ടോ? കൊള്ളാല്ലേ? കിച്ചു ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? അല്ല, സെക്കൻഡ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളി. നമുക്ക് നേരത്തെ ഇങ്ങോട്ടേക്കൊക്കെ പോവാൻ അലൗഡ് ആയിരുന്നു. ബട്ടർഫ്ലൈ ഗാർഡൻ അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ ഉള്ളില്. പക്ഷെ ഇപ്പൊ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം. സിപ്ലൈന്റെ അവിടെ ഇപ്പൊ ആരും കാണുന്നില്ല, തിരക്കൊന്നും ഇല്ല. മേ ബി ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടിട്ടായിരിക്കും, കുട്ടികളൊക്കെ കുറവാണ്. ഇവിടെ മാജിക് ഷോ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഈ കാണുന്ന സൈക്കിൾ റൈഡ് പുതിയതായിട്ട് വന്നതാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ് കേട്ടോ, റോക്ക് ക്ലൈംബിംഗ്. ഹായ്, ഇവിടെയുള്ള ചിറ്റിലപ്പള്ളിയിലുള്ള എല്ലാ റൈഡ്സും ഫ്രീ ആണ്. നമുക്ക് ഇവിടെ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ എൻജോയ് ചെയ്യാവുന്നുള്ളൂ. സൂപ്പറാണ് കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് പൂളിന് മാത്രം നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി. ബാക്കി ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ റൈഡ്സും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കാര്യങ്ങള് പെർ ഹെഡ് ഐ തിങ്ക് 320. 60 അബോവ് ആണെങ്കിൽ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ അണ്ടർ 2 ഫ്രീ ആണ്. താങ്ക് യു. ഞങ്ങള് കാർ ഓടിക്കാൻ പോകുവാണ്. നിങ്ങള് ടാറ്റ പോയിട്ട് വരാം. കണ്ടോ കണ്ടോ താക്കോല് കുഞ്ഞു
ബാഡ്മിൻ്റനൊക്കെ പണ്ട് എപ്പോഴും കളിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയി കളിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ടച്ചൊക്കെ പോയിരിക്കുകയാണ്. നെക്സ്റ്റ് ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഇല്യൂഷൻ സ്ക്വയറിലാണ്. ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് ചിറ്റിലപ്പള്ളിയിൽ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഫീസും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫ്രീ എൻട്രി ആണ്. ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷം കണ്ടാലോ. നമ്മളിപ്പോ ഇല്യൂഷൻ സ്ക്വയറിലാണ്. കേറിയിട്ടേ ഉള്ളൂ, എന്തൊക്കെയാന്ന് വഴിയെ പറയാം. ഇത് മാജിക് ബോക്സ്. ഇവിടെ നിന്ന് നോക്കിയ സ്ക്വയർ, ഈ സൈഡ് വരുമ്പം ട്രയാങ്കിൾ കാണാം. മാജിക്. ഞങ്ങൾ അങ്ങനെ ഇല്യൂഷൻ സ്ക്വയറിന്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ റൂം പോയിക്കൊണ്ടിരിക്കുക, എന്റർടൈൻമെന്റ് കൂടി വരികയാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മിറർഡ് ഇമേജിലാണ് നമ്മളിപ്പോൾ കയറുന്നത്. എന്താണെന്ന് നമുക്ക് കയറി നോക്കാം. ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരാളുടെ പകുതി നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഹാഫ് പോർഷൻ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതിന്റെ ഉള്ളിൽ. അൺഫോർച്ചുനേറ്റ്ലി മൈക്ക് ഓഫായി പോയത് നമ്മൾ അറിഞ്ഞില്ല, അതുകൊണ്ട് വോയിസ് കട്ടായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് ടിൽറ്റ് റൂമാണ്. 5th റൂം എന്ന് പറയുന്നത് ടിൽറ്റ് റൂമാണ്. ഈ ഒരു റൂം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ഫ്ലോറ് ലെവലായിട്ടല്ല ഉള്ളത്, കുറച്ച് മുകളിലേക്ക് കയറിയിട്ടുള്ളൊരു ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി കഴിയുമ്പോൾ താഴേക്ക് നമ്മൾ വീഴുന്നത് പോലെ തോന്നും. സൈഡിലായിട്ടൊരു മിറർ കാണാം. നമ്മൾ മുകളിലേക്ക് കയറുന്തോറും നമ്മുടെ ബോഡിയുടെ ബാലൻസ് നമുക്ക് കിട്ടാണ്ട് നമ്മൾ വീഴാൻ പോകുന്നത് പോലെ തോന്നും കേട്ടോ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അടുത്തൊരു സ്പോട്ട് വരുന്നത് മിററിൻ്റെ ഒരു മായാലോകം തന്നെയാണ്. നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുറേ മിറേഴ്സും നമുക്ക് കാണാം. ഞങ്ങൾ പിന്നെ അധികം കൺഫ്യൂഷനൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടി ലൈനായിട്ടാണ് പോയത്. എന്നിട്ടും ഞങ്ങൾക്ക് വഴി തെറ്റി. ഞാനിതിനു മുമ്പ് മിറർ മേസിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ചുറ്റിലും മിററുകളും നമ്മളും മാത്രം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. എന്നാലും നല്ലൊരു ഫണ്ണി എക്സ്പീരിയൻസ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഇതൊരു വോർട്ടെക്സ് ടണൽ, എന്താവെന്ന് അറിയില്ല. നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തലറങ്ങും. നേരെ കേറുക, നടക്കുക. ഓ, ഇത് നമ്മളൊരു സ്പേസിൽ എത്തുന്ന ഫീലാണ് ഗൈസ്. എന്റെ പൊന്നോ, നേരെ മുകളിലോട്ട് നോക്കി നമ്മ തലറങ്ങി വീഴും ഗൈസ്. ഓ എന്റെ പൊന്നോ. ഇല്യൂഷൻ സ്ക്വയറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. അതിന്റെ ഉള്ളിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ശരിക്കും തല ഇറങ്ങും. കണ്ണടച്ച് വേഗം നടന്നു വരിക, അല്ലെ നമുക്ക് തല ഇറങ്ങും. അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോ പുറത്തിതാ നല്ല അടാറ് മഴയാണ് ഗൈസ്. ഭാഗ്യത്തിന് ഇന്ന് മഴയൊന്നും ഇല്ല. ഞാൻ പേടിച്ചു പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ എല്ലാത്തിലും കേറി, പക്ഷെ ഒരെണ്ണം കർണടയിൽ മാത്രമേ പേടിച്ചോളൂ. പിന്നെ ട്രയാങ്കിള് വേറെ സ്ഥലത്തും. പിന്നെ ഫൈനലി നമ്മൾ കാത്തിരുന്ന മൊമെന്റ് നടക്കാൻ പോവാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോവാണ്. ഐസ എക്സൈറ്റഡ് ആണോ? ഓക്കെ ഗൈസ്, കാണാം. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്തിട്ട് വരാം. സ്വിമ്മിംഗ് പൂളിൽ പോവാ ഗൈസ്. ഞാൻ അവര് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറെ നാളായിട്ട് അവര് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, സ്വിമ്മിംഗ് പൂളിൽ പോണെന്ന്. അവര് ദുബായിൽ നിന്ന് വന്നപ്പോ തൊട്ട് പറയാൻ തുടങ്ങിയതാണ്. ഫൈനലി അവരങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഹൈസാക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് ഗൈസ്, ബട്ട് എല്ലാരും ഉള്ളത് കൊണ്ട് അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹാപ്പി ആയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം അവർ നാട്ടിൽ സ്പെൻഡ് ചെയ്ത ഡേയ്സ് വളരെ കുറവായിരുന്നു. നമ്മൾ റിസോർട്ടൊക്കെ കുറേ പ്ലാൻ ചെയ്തെങ്കിലും പോകാൻ പറ്റിയില്ല. കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. കുറേ ജില്ലകളിൽ റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു.
അതുകൊണ്ടൊക്കെ കൂടി നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കിഡ്സിനെ സംബന്ധിച്ച് അവരൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ ഹാപ്പിയാണ്. പൂൾ ടൈം അവർ ശരിക്കും എൻജോയ് ചെയ്തു. ഒരാൾക്ക് പ്രൈവറ്റ് പൂൾ എന്ന് പറയുന്നത് പോലെ തന്നെ ലാസ്റ്റ് ആയപ്പോൾ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ടൈം എടുത്ത് എൻജോയ് ചെയ്തിട്ടാണ് അവരവിടെ നിന്ന് കയറിയത്. എങ്ങോട്ടാ? വിക്രമാദിത്യനും വേതാളം കൂടെ. ഗൈസ് ഇവിടെ വാട്ടർ സ്ലൈഡും ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യണവർക്ക് വാട്ടർ സ്ലൈഡും യൂസ് ചെയ്യാം. അപ്പൊ ഇക്കാക്കയും കിച്ചും കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ അവര് വരുന്നത് നമുക്ക് കാണാം. ഗൈസ് ഞാൻ അതിലെ കയറി കറങ്ങി അടിച്ച് അതിൽ വരും. ഓക്കെ ഓക്കെ. ഇതൊന്നും ഒരു പുത്തിരിയല്ല, എന്നാലും ഒരു രസം. ഓഫ് കോഴ്സ് അടിപൊളിയായിരുന്നു. അപ്പൊ ഇപ്പൊ സമയം 9 മണി ആയിട്ടുണ്ട്. പൂൾ ടൈം 9 o'clock വരെയാണ്. അത് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും. എന്തായാലും കുട്ടീസൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അവരുടെ ജിം ഏരിയ വരുന്നത്. വിശാലമായിട്ട് നിരന്ന് കിടക്കുന്ന ഒരു ജിം ഏരിയ ആണ്. ആർക്കും എന്ത് വേണമെങ്കിലും ഒക്കെ ചെയ്യാം. ജിം ഏരിയയുടെ അടുത്ത് തന്നെയാണ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ വരുന്നത്. അത് മാത്രമല്ല കേട്ടോ, അവിടെ വേറെയും കുറേ കളിക്കുന്ന ഗെയിംസൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 9 മണി ആവാറായപ്പോഴാണ് ഞങ്ങൾ സൈക്കിൾ എടുത്ത് ഇറങ്ങുന്നത്. ഒന്നാമത് നമ്മള് വൈകുന്നേരമാണ് വന്ന ടൈം. പിന്നെ നമ്മള് ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തപ്പോ വീണ്ടും ഡിലേ ആയി. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇവർ എൻജോയ് ചെയ്ത് കയറി കഴിഞ്ഞപ്പോ 9 മണിയായി. അങ്ങനെ നമുക്ക് ലാസ്റ്റ് അവര് തന്നിട്ടുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചതായിരുന്നു, എങ്കിലും ഞങ്ങളെ കണ്ടപ്പോ അവര് തന്നു. അതാ ഡ്രൈവർ ഇവിടെ ഉണ്ട്, പ്രോ ഡ്രൈവേഴ്സ്. ഐസൂട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഐസൂട്ടി കുറെ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. സ്കൈ സൈക്കിൾ, സിപ്പ് ലൈൻ, അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഫ്രീ ആണ് കേട്ടോ. ഇപ്പൊ ഇവിടെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ചിറ്റിലപ്പള്ളിയിൽ വന്നത് അപേക്ഷിച്ച് നോക്കുമ്പോ ഇപ്രാവശ്യം കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ഫ്രീ ആണ്. ഹലോ ഗായ്സ്, നമ്മൾ കുറെ എൻജോയ് ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയേക്കുവാണ് ഗായ്സ്. ഞങ്ങളിതാ വീട്ടിലെത്തിയപ്പോൾ ടൈം 10:30 ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് കിഡ്സ്. പിന്നെ നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ടൈം വൈകി. പിന്നെ ഇടയ്ക്കൊന്ന് മഴ പെയ്തിരുന്നു. അതൊക്കെ കൊണ്ട് നമുക്ക് 2-3 റൈഡ്സിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ അടിച്ചു പൊളിച്ച്, ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങൾ അടിച്ചു പൊളിച്ച്. പ്രത്യേകിച്ച് കിഡ്സ് ആണ് കേട്ടോ, അവർക്ക് ഭയങ്കര സന്തോഷമായി. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.